ഹായ്, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്നത് കേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഞാനിവിടെ ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ചായയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ശർക്കര തന്നെയാണ്. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഞാൻ ഈ നട്ട്സൊക്കെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഏത് നട്ട്സ് വേണം അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൈവശമുള്ള നട്ട്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുറുകി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം അതിനെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അത് കുറച്ച് ഒരു സ്പൂൺ ചേർത്തി കൊടുക്കാം. കൂടെ തന്നെ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ ഒന്ന് ചേർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ അതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വാനില എസൻസും കൂടെ ചേർത്തി നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. പിന്നീട് നമ്മളതിലേക്ക് നട്ട്സൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ അതിലേക്ക് ചേർത്തി കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദാമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദപ്പൊടിയും കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും ബേക്കിംഗ് പൗഡറും 1 സ്പൂൺ ഗരം മസാല പിന്നെ ഗ്രാമ്പൂ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പാത്രത്തിൽ തന്നെയാണ്. കേക്കിൻ്റെ ട്രേ ഒന്നുമില്ല. അപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ A4 ഷീറ്റിൽ ബട്ടർ തേച്ചതിന് ശേഷമാണ് കേട്ടോ അതിൽ വെച്ചിരിക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതേ ഒന്ന് എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് വെക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തേക്ക് ഒരു വളയം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഇതൊന്നൊരു 40-45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ശർക്കര കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് തോന്നുന്നതേയില്ല. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണൊന്ന് ട്രൈ ചെയ്യുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.